സാറ് നേരത്തെ പറയും 2018 ശബരിമല യുവതി പ്രവേശനം ബന്ധപ്പെട്ടുള്ള വിഷയ സമയത്ത് നവോത്ഥാനം രണ്ടാം നവോത്ഥാനം എന്ന നിലയിൽ ചില നീക്കങ്ങൾ നടക്കുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിനുള്ള നവോത്ഥാന മജ്‌ലിസ് സംഘടിപ്പിക്കുന്ന നവോത്ഥാന സംരക്ഷണ സമിതിയെ രൂപീകരിക്കുന്നു. ഒപ്പം തന്നെ അന്ന് നമ്മളൊക്കെ കണ്ട മുഖ്യമന്ത്രിയുടെ പടം വെച്ചുള്ള പോസ്റ്റുകൾ കണ്ടത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു എന്നാണ് അല്ലെ. അത് വലിയ രീതിയിൽ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയായിരുന്നു. പക്ഷെ ആ CPM തന്നെയാണ് ഇപ്പോഴേ എന്താ പറയുക, നിങ്ങളുടെ മതങ്ങളിലേക്ക് ചുരുങ്ങിയെങ്കിൽ ഞങ്ങൾ ഇന്നലെ തന്നെ ചുരുങ്ങി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഈ നടപടികൾ നടത്തുന്നത്. അല്ല, അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞു, 2018-19 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ മാറ്റം, അല്ലെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ തിരിച്ചടി. ഒരു കാര്യം ആലോചിച്ചാൽ മതി, 2019 അത്ര വലിയ ശബരിമല ഉണ്ടായിട്ട് 2021 തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ ശബരിമല എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല കേരളത്തിൽ, നമ്മൾ അതും കാണണം. പക്ഷേ 2024 കൂടി അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കെമിസ്ട്രി വരുന്നത്. ആ കെമിസ്ട്രി എന്താ? സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരണമെങ്കിൽ CPMന്റെ കീഴിലുള്ള ഹിന്ദു വോട്ട് പിടിച്ചേ പറ്റൂ. ആ ഹിന്ദു വോട്ട് സാധാരണ കിട്ടില്ല. കാരണം വളരെ മതേതരമായിട്ടാണ് ആ പാർട്ടി നിലകൊണ്ടത്. BS-നെ പോലെയുള്ള നേതാക്കൾ, നായനാരെ പോലെയുള്ള നേതാക്കളൊക്കെ വളരെ കൃത്യമായി മതേതര രാഷ്ട്രീയം അവർ കൈപ്പിടിച്ചു. മതം മതത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വഴി, രാഷ്ട്രീയത്തിൻ്റെ വഴി. വ്യക്തികൾക്ക് മതവിശ്വാസമാവുന്നതിന് കമ്മ്യൂണിസ്റ്റുകാരെ എതിരാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പാർട്ടിക്ക് മതം പാടില്ല. അങ്ങനെ വന്നപ്പോൾ ആ ഉറച്ച നിലപാടിൽ നിന്ന് പോയത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? BJPയുടെ ഒരു അജണ്ടയിലേക്ക് CPM വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ BJPയുടെ അജണ്ട? നമ്മൾ വടക്കേ ഇന്ത്യ പരിശോധിച്ചാൽ അറിയാം. ആദ്യം അവർ ചെയ്യുന്നത് പാർട്ടി ഉണ്ടാക്കി ജയിക്കുകയല്ല, ജനങ്ങളെ വർഗീയവൽക്കരിക്കുകയാണ്. അത് അമ്പലത്തിൻ്റെ പേരിലാവാം, പള്ളിയുടെ പേരിലാവാം, ബീഫിൻ്റെ പേരിലാവാം, എന്തിൻ്റെ പേരിലാവാം, എന്നിട്ട് രാമൻ്റെ പേരിലാവാം. ഇതൊക്കെ ഉപയോഗിച്ച് ജനങ്ങളെ അങ്ങ് വർഗീയമായി ഒരുക്കുകയാണ്. വർഗീയമായി ഒരുക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ പ്രതിപക്ഷത്തിന്, ഇപ്പോൾ കോൺഗ്രസിനുള്ള വോട്ട് പോലും ഈ വർഗീയമായി വൽക്കരിക്കപ്പെട്ട ഈ ജനങ്ങളെ ഇവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും ഒരു പ്രത്യേക ഘട്ടത്തിൽ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള നിരവധി ആഘോഷങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പൂജ എന്ന് പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ വീട്ടിൽ പൂജ വയ്ക്കാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കോമാളിത്തരൊന്നും പൂജയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. ഗണപതി ഒരു കാലത്തും ഇവിടെ അങ്ങനത്തെ ഒരു സാധനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കേരളത്തിന് വല്ല ഒറ്റപ്പെട്ട ചില സമുദായങ്ങൾ കാണിക്കുന്നല്ലാതെ കേരളത്തിൻ്റെ ഒരു വിഷയം, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ അല്ല ഈ പൂജയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് അത് വലിയ വിഷയമാണെന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും പൂജയ്ക്ക് ഇത്തവണ ഇന്ന് സർക്കാർ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ. സാധാരണ ഒരു ദിവസമാണ് അവധി ഉള്ളത്. ഇന്ന് സർക്കാർ ഉത്തരവിലൂടെ ഒരു അവധി പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നിലെ മറ്റു ചില സംഘടനകൾ ചില ആവശ്യം ഉന്നയിച്ചു. അത് നടത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് NGO സംഘം ആവശ്യം ഉന്നയിച്ചു. അത് ആണെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറുവശത്ത് കഴിഞ്ഞ ഈ പെരുന്നാൾ സമയത്ത് അത് അവധി ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു നീക്കമല്ല. തീർച്ചയായിട്ടും ഇതെന്താന്ന് വെച്ചാൽ അവിടെയാണ് വർഗീയവൽക്കരിക്കപ്പെട്ട CPMന്റെ പിന്നോക്ക വോട്ടുകളെ CPMന്റെ കൂടെ തന്നെ നിർത്താനുള്ള വളരെ അപകടകരമായൊരു ശ്രമമാണ്. ഇപ്പോൾ സാധാരണ രീതിക്ക് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF-ന്ന് LDF-ലേക്കും LDF-ന്ന് UDF-ലേക്കും മാറി വോട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വോട്ട് ചെയ്യുന്നവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വോട്ട് ചെയ്യാറുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൂന്ന് വോട്ട് മൂന്ന് തരത്തിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോക്കൽ പഞ്ചായത്തിൽ നമ്മൾ ഒന്ന് ചെയ്യും, ബ്ലോക്കിൽ വേറെ ഒന്ന് ചെയ്യും, മറ്റേ ജില്ലാ പഞ്ചായത്തിൽ വേറൊരാൾക്ക്. 3 പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് വ്യക്തിപരമായി പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ അതൊരു പ്രത്യേകമായ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അല്ല. വ്യക്തിപരമായിട്ടും വരാം, അല്ലെങ്കിൽ ലോക്സഭയിൽ കുറച്ചുകൂടി നല്ലത് കോൺഗ്രസ് തന്നെയാണ് എന്ന് തോന്നാം, നിയമസഭയിൽ ഇവരാണെന്ന് തോന്നാം, അങ്ങനെയും ചെയ്യാം. ചിലപ്പോൾ നേതാവിനോടുള്ളതാവാം, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ BJPയിലേക്ക് വോട്ട് പോയാൽ അത് UDF-ന്റെ വോട്ടായാലും LDF-ന്റെ വോട്ടായാലും, ഇതാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് പഠിക്കേണ്ടത്. ഒരിക്കൽ വോട്ട് വർഗീയവൽക്കരിക്കപ്പെട്ട് വേറൊരു പൊളിറ്റിക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന വോട്ടാണ്. അത് പൊളിറ്റിക്കൽ ഷിഫ്റ്റാണ്. LDF-ന് UDF-ലേക്കുള്ളത് പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അല്ല. ഇവർ തമ്മിൽ വലിയ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല, നയപരമായ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, വെറുതെ വർത്താനം പറയാന്നുള്ളൂ. പക്ഷേ ഇതല്ല, രാഷ്ട്രീയ ഷിഫ്റ്റാണ്. അതാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞു, വടക്കേ ഇന്ത്യയിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞത്. ഒരിക്കൽ വർഗീയവൽക്കരിക്കപ്പെട്ടാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ വോട്ട് മുഴുവൻ ഒന്നിച്ച് സമാഹരിക്കാൻ കഴിയുന്ന ടാക്ടിക്സ് BJPക്കുണ്ട്, RSSനുണ്ട്. അങ്ങനെ അവർ വളരെ 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 പതുക്കെ ശബരിമല വിഷയവും മറ്റു വിഷയങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൽ ഒരുക്കി കൊണ്ടുവന്ന വോട്ടാണ് 2024
മൊത്തമായി അവരെടുത്തത്. ആ വോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ അവനേക്കാൾ വലിയ വർഗീയവാദി ആവുകയാണോ? ശരി. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 1987 തെരഞ്ഞെടുപ്പ്, ഞാനന്ന് CPM-ൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അത് CPM ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച, LDF ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം NDP, SRP കൂടെ ഉണ്ടായിരുന്ന കഷ്ണ മുസ്ലിം ലീഗ് വരെ അങ്ങോട്ട് പോയി. MV രാഘവൻ്റെ ബദൽ രേഖ വന്ന തെരഞ്ഞെടുപ്പ്. MV രാഘവനും അടക്കം കണ്ണൂരിൽ നിന്ന് വലിയൊരു സംഘം പാർട്ടി സഖാക്കൾ, CP ജോണും കണ്ണനും, ഇപ്പോൾ കണ്ണൻ അവർക്കാണ്, ഇവരൊക്കെ അടക്കം അങ്ങോട്ട് പോയി. CPM-നെ സംബന്ധിച്ചിടത്തോളം അന്തം വിട്ട കളിയാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ കൂടെ ഇരുന്ന് ലീഗ് പോയി, മലബാറിൽ ഉള്ള വോട്ട് പോയി, ലീഗുമായിട്ട് ചേരണം എന്ന് പറഞ്ഞ രാഘവൻ പോയി, NDP, SRP വളരെ സ്ട്രോങ് ആയി. പിന്നെ കരുണാകരനെ പോലെ ഒരു ലീഡറുടെ വളരെ നല്ല സമർത്ഥമായ അതിൻ്റെ ഒരു നായകത്വം. ആ ഘട്ടത്തിൽ 87 LDF കേരളം ജയിക്കുക. അന്ന് ജയിച്ചതിൻ്റെ കാരണം എന്താ? ഒരു തത്വാധിഷ്ഠിതമായൊരു നിലപാട് അവരെടുത്തു. ഞങ്ങൾ ഒരു വർഗീയ ശക്തികളുമായിട്ടും കൂട്ടുകൂടുന്നില്ല, ഞങ്ങൾക്ക് കേരളത്തെ മതേതരമായി കൊണ്ടുപോകാൻ കഴിയും. അന്ന് EMS ആണ് പാർട്ടി നയിക്കുന്നത്, നായനാരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. 87 എങ്ങനെ LDF കേരളത്തിൽ ജയിച്ചു എന്നത് കഴിഞ്ഞ 38 വർഷത്തിനിടയിൽ LDF മറന്നുപോയി. യഥാർത്ഥത്തിൽ ശബരിമല തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റോട്ടെ, അതും പിണറായി വിജയൻ്റെ ഒരു വാചകമുണ്ട്, 4 വോട്ടിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞാൻ എൻ്റെ നിലപാട് മാറ്റില്ല. ഇതൊക്കെ ആ വാചകമൊക്കെ ഇപ്പോൾ തിരിഞ്ഞു കുത്തുകയാണ്. അപ്പോൾ 87 തെരഞ്ഞെടുപ്പ് കേരളത്തിന് കൊടുത്തിട്ടുള്ള ഒരു ചിത്രം വേണമെങ്കിൽ നിങ്ങൾ തത്വാധിഷ്ഠിതമായൊരു നിലപാടെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും LDF-ന്. പക്ഷേ അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള ധൈര്യം ഇന്നില്ല, പാർട്ടിക്കില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ആ ഒരു നിലപാടെടുക്കാനുള്ള ധൈര്യമില്ല എന്ന് നമ്മൾ ഒരു വശത്ത് പറയുമ്പോൾ, മറുവശത്ത് ഈ പറയുന്ന BJP-യെ തോൽപ്പിക്കുന്ന, സംഘപരിവാറിന്റെ വർഗീയതയെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയത, അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ധൈര്യം മറ്റ് CPM മുഖ്യമന്ത്രിമാർക്കില്ലാത്ത ആ ധൈര്യം പിണറായി വിജയൻ എവിടുന്ന് വരുന്നു എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് MA ബേബി ചുമതലയേറ്റതിനു ശേഷം ഒരു ദേശീയ മാധ്യമത്തിന്, അതായത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു അഭിമുഖമുണ്ട്. അതിൽ അദ്ദേഹത്തിനുള്ള ചോദ്യത്തിന് മറുപടി അദ്ദേഹം പറയുന്നത്, ഈ പാർട്ടിക്ക് ഈ ജനങ്ങള് ഈ മതത്തോട് അത്രയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റി എന്നുള്ളത് സത്യമാണ് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടി, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ്, അത് ആ തെറ്റ് തിരുത്തണം എന്നുള്ള ഒരു ഇതുകൂടിയാണോ? അല്ല, അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ മാർക്സിസ്റ്റ് രേഖകളിൽ നടന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് ചരിത്രത്തിൽ, മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ചർച്ചകളിൽ മതത്തിൻ്റെ സ്ഥാനം എന്താണ് എന്ന് വന്നിട്ടുണ്ട്. ലെനിൻ്റെ കാലത്ത്, എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മാർക്സിസ്റ്റുകാർ മതത്തോട് എടുക്കേണ്ട സമീപനമുണ്ട്. മാർക്സിസ്റ്റുകാർ വ്യക്തിപരമായ മതവിശ്വാസങ്ങൾക്ക് ഒരിക്കലും എതിരായിരുന്നിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാർ എതിരായിരുന്നിട്ടില്ല. പക്ഷേ മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെ കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തിരുന്നു. അതാണ് പറയുന്നത് പ്രശ്നം. ഇപ്പം നിങ്ങൾക്ക് ഹിന്ദു ആവാം, ക്രിസ്ത്യാനിയാവാം, മുസ്ലിം ആവാം, നിങ്ങൾക്ക് നിരീശ്വരവാദി ആവാം, ബുദ്ധിസ്റ്റ് ആവാം, എന്ത് വേണേ ആവാം. കമ്മ്യൂണിസ്റ്റ് അതൊരു ജനാധിപത്യമാണ്. നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ജനാധിപത്യം എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഭരണഘടന തൊട്ട് സസ്യം ചെയ്തിട്ടാണല്ലോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത്. അപ്പോൾ മതേതരത്വം, ജനാധിപത്യവും ഒക്കെ അംഗീകരിക്കും. പക്ഷേ പ്രശ്നം അതല്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്തരമൊരു ആശയത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പോരാടാനുള്ള ശേഷി ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. 2 തരത്തിൽ നഷ്ടപ്പെട്ടു. ഒന്ന്, ഈ പറഞ്ഞതുപോലെ സംഘടനാപരമായും വലിയ തോതിൽ. കാരണം ഇപ്പോൾ CPM-നൊരു സംഘടന ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സംഘടനയൊക്കെ നിയമത്തിലുണ്ടെങ്കിലും അതിലെല്ലാം തീരുമാനം എടുക്കുന്നത് ഒരാളാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എവിടെയൊക്കെ നശിച്ചിട്ടുണ്ടോ, അത് ഞാൻ വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എവിടെയൊക്കെ നശിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഒരു നേതാവിലേക്ക് ചുരുങ്ങിയാൽ ഇപ്പോൾ പിണറായി വിജയൻ നാളെ വെള്ളാപ്പള്ളി നടേശനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലും CPM അണികളിൽ കുറേ ആളുകൾക്കൊന്നും പറയാൻ പറ്റില്ല, ന്യായീകരിക്കേണ്ടി വരും.